إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു വച്ച വിഷയം
ഹിദായത്ത് വലാലത്ത് എന്നുള്ളതാണ്. ഹിദായത്തിനെ കുറിച്ച് ഏറെക്കുറെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റബ്ബുമായി മാത്രം ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് ഹിദായത്ത്. അവന്റെ ജീവിതത്തിലെ സന്തോഷമുള്ള ഘട്ടങ്ങളാണെങ്കിലും നിമിഷങ്ങളാണെങ്കിലും പ്രയാസമുള്ള അവസരങ്ങളാണെങ്കിലും എത്ര വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അല്ലാത്ത മറ്റൊരു ശക്തിയോ സൃഷ്ടിയോ പടപ്പോ അവന്റെ ജീവിതത്തിൽ ഒരു രീതിയിലും ഉണ്ടാവില്ല. ആ ഹിദായത്ത് ഒരാൾക്ക് അയാളുടെ കുടുംബ മഹിമ കൊണ്ടോ സൽപ്പേരുകൾ കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഏതെങ്കിലും ഷെയ്ഖിന്റെ മുരീദാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. ഒരാൾക്ക് ഹിദായത്ത് നേടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഹിദായത്ത് കിട്ടുമായിരുന്നെങ്കിൽ ആർക്ക് കിട്ടിയേനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയ്ക്ക് കിട്ടിയേനെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലോത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർക്കും മക്കൾക്കും ലഭിച്ചേനെ. അവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല? ആ ഹിദായത്ത് ലഭിച്ചിട്ടില്ല. മറിച്ച് അല്ല തെരഞ്ഞെടുക്കുന്ന, അല്ല സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഹിദായത്ത് എന്ന സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറയാണ്, വലൗ ശിഅ്ന, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്ത്? ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, ഓരോ ആളുകൾക്കും ഹിദായത്ത് നാം നൽകുമായിരുന്നു. അല്ല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ല ഹിദായത്ത് കൊടുത്തേനെ. പക്ഷേ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, എന്നാൽ ജിന്നുകൾ, മനുഷ്യർ എന്നീ വിഭാഗങ്ങളെ കൊണ്ട് നാം നരകം നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാന്റെ വാക്ക് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും അള്ളാഹ് നരകം നിറയ്ക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. ഈ മനുഷ്യൻ ദുനിയാവിൽ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. പ്രയാസപ്പെടുന്ന ആളുകളെ, രോഗികളായ ആളുകളെ, വലിയ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ജീവിക്കുന്ന ആളുകളെ, വല്ലാതെ ഗതിമുട്ടിപ്പോകുന്ന ആളുകളെ സഹായിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകൾ, രോഗികളെ സഹായിക്കുന്നവർ നമ്മളൊക്കെ കാണുന്നില്ലേ? ഓരോ ചാരിറ്റി പ്രവർത്തകരും വലിയ മാരകമായ അസുഖങ്ങൾ പിടിപെട്ട ചെറിയ മക്കൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിടുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു സഹായമായി വരുന്നത്. ഈ രൂപത്തിൽ ജനങ്ങളെ സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്. നമ്മളൊന്നും ചിന്തിച്ചു പോകാൻ പോലും പാടില്ല, ഈ ആളുകൾ എന്താണ് മുസ്ലിം ആവാത്തത്? ഈ ആളുകൾ എന്താണ് സത്യവിശ്വാസികളാവാത്തത്? ഈ ആളുകളെ എന്താണ് അള്ളാഹ് സെലക്ട് ചെയ്യാത്തത്? ഇവര് നാളെ സ്വർഗത്തിലോ നരകത്തിലോ? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്ക് വരില്ലേ? ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ, പക്ഷേ അവരെന്താണ്? അമുസ്ലിമീങ്ങളാണ്. എന്തിനധികം മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും മുഅ്മിനല്ലാത്ത രൂപത്തിലുള്ള ജീവിതം നയിക്കുന്നവരില്ലേ? അപ്പൊ നമുക്കൊന്നും തോന്നിപ്പോകാൻ പാടില്ല. എന്ത്? ഈ പറയുന്ന ആളുകൾ ഇത്രയൊക്കെ സൽപ്രവർത്തികൾ ചെയ്ത് ജീവിച്ചിട്ട് ഇവർക്ക് നാളെ സ്വർഗമാണോ നരകമാണോ? കാരണം എന്താ? നമുക്കങ്ങനെ ചിന്ത വരാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ചിന്തിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക്, അല്ലാഹുവേ, കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമാണ്, ഞങ്ങൾക്കതിനുള്ള കഴിവില്ല. ഏതൊരു കാര്യവും വിധിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ആരാണ്? അള്ളയാണ്. നമ്മൾ ആരുടെ പടപ്പാണ്? അള്ളാന്റെ സൃഷ്ടിപ്പാണ് നമ്മൾ. ഈ ലോകത്തെ മുഴുവൻ എന്തുമുണ്ടോ, ഏത് മനുഷ്യന്മാരുമുണ്ടോ, ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ, എന്തുമുണ്ടോ, ഏതുമുണ്ടോ, ഇതെല്ലാം അള്ളാന്റെ സൃഷ്ടിയിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളെ അവൻ പടയ്ക്കുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ ഈ ആളുകൾ മുമ്പോട്ട് പോകുന്നു, ജീവിക്കുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ ഈ മനുഷ്യന്മാര് മരിക്കുന്നു, മരണപ്പെടുന്നു. ഇതെല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബിന്റെ തീരുമാനത്തിൽ എന്തേ ഇങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൂത്താപ്പാനെ ഹിദായത്തിലാക്കാമായിരുന്നല്ലോ. പക്ഷേ അള്ളാഹ് ആക്കിയില്ല. അള്ളാഹിന്റെ സെലക്ഷനിൽ വന്നില്ല. അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ സൗഭാഗ്യത്തിന്റെ വില നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാം മനസ്സിലാക്കണം, എന്താണ് ഈ ലലാലത്ത് എന്ന് പറഞ്ഞാൽ? ലലാലത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്?
നാം മനസ്സിലാക്കി, അള്ളാനെ അറിഞ്ഞ് അംഗീകരിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്? ആശ്രയിച്ചു പോകാം. മറ്റുള്ള പലതിനെയും ആശ്രയിക്കുന്നു. ഈ ആശ്രയം ഏതൊക്കെ രൂപത്തിലാക്കാം? നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വിഷയം മനസ്സിലാക്കണം കേട്ടോ. അള്ളാഹ്ക്ക് പുറമെ എന്ത് ചെയ്യാണ്? മറ്റുള്ളതിനെ ചില ആളുകൾ ആശ്രയിക്കുന്നു. ഈ ആശ്രയം ഏതൊക്കെ രൂപത്തിലാകാം? 5 രൂപങ്ങളുണ്ട്. ഒന്ന്, നിദ്ദൻ, അള്ളാഹ്ക്ക് പകരക്കാരനായിട്ട്. വിശദീകരിച്ചു വരാം. അള്ളാഹ്ക്ക് പകരക്കാരനായി ഒരാശ്രയം മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? ചില ആളുകൾ പ്രതീക്ഷിക്കുന്നു. 2, ഔ ശരീക്കൻ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പങ്കുകാരനായിട്ട്. അതല്ലെങ്കിൽ ഔ ഷഫീഅൻ, അല്ലെങ്കിൽ അള്ളാഹിനോട് എന്റെ കാര്യങ്ങൾ പറയുവാനുള്ള ഒരു ശുപാർശകനായി. ഔ ലഹീറൻ, അല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു സഹായിയായിട്ടൊരാള്. ഔ വസീലൻ, അല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ ഇടയാളനായിട്ടൊരാള്. ഈ 5 രൂപത്തിൽ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? ആശ്രയങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ 5 രൂപത്തിലും നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധിക്കും. നിദ്ദൻ, അള്ളാഹ്ക്ക് പങ്കുകാരനായി, പകരക്കാരനായി. അള്ളാഹിനെ പോലെ ഒരു അല്ല കാണുന്നത് പോലെ കാണുന്ന ഒരാൾ, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ഒരാൾ, അല്ല നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കുന്ന ഒരാൾ. ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകളും പറയുന്നില്ലേ, ഇന്ന ഔലിയായാണ് അത് വിമാനത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ഇന്ന ഔലിയാരുടെ അടുക്കൽ ചെല്ലുമ്പോഴാണ് അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായും ഭേദമാകുന്നത്. ഇന്ന ദർഗയിൽ പോകുമ്പോഴാണ് അവർക്ക് മക്കളുണ്ടാകുന്നത്. അല്ല ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ചില പടപ്പുകളുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഹിദായത്ത് മനുഷ്യന്മാരെ നഷ്ടപ്പെട്ടു പോകുന്നു. 2, ശരീക്കൻ, അല്ല വേണം, പക്ഷേ അള്ളാന്റെ ഒപ്പം ഇന്നയാൾ. നമുക്ക് അല്ല വേണം, എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ അല്ല വേണം, പക്ഷെ അള്ളാടെ കൂടെ ഇന്നൊരാള്. അല്ലയാണ് എനിക്ക് അസുഖം മാറ്റുന്നത്, പക്ഷേ ഇന്ന ദർഗയിൽ പോയിട്ട് ആ എണ്ണ കുടിക്കുമ്പോഴാണ് എന്റെ അസുഖം മാറുന്നത്. അല്ലയാണ് എന്റെ അസുഖം മാറ്റുന്നത്, പക്ഷേ ഇന്ന ഉസ്താദിന്റെ അടുക്കൽ പോകുമ്പോ അയാളുടെ കഴിവും എന്തുണ്ട്? എന്റെ അസുഖം മാറുന്ന വിഷയത്തിലുണ്ട് എന്നൊക്കെ രൂപത്തിൽ എന്ത് ചെയ്യാ? അള്ളാന്റെ ഒപ്പം തന്നെ മറ്റൊരാളെ ഇടയാളനായിട്ട് സ്വീകരിക്കുക. ഔ ലഹീറൻ, അല്ലയാണ് എല്ലാം, അല്ലയാണ് എന്നെ സഹായിക്കുന്നവൻ, അല്ലയാണ് എന്റെ എല്ലാ പ്രതിസന്ധികളും നീക്കിത്തരുന്നവൻ, അല്ലയാണ് അന്ധകാരങ്ങളിൽ എനിക്ക് വെളിച്ചം തരുന്നവൻ. പക്ഷേ അന്ധകാരത്തിൽ വെളിച്ചം തരാൻ അല്ലയല്ലാതെ മറ്റൊരു സൃഷ്ടി, ഇരുട്ടിലകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലയല്ലാതെ അള്ളാഹ്ക്ക് പകരമായിട്ട് മറ്റേതെങ്കിലും ഒരാള് എന്നെ വഴി കാണിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തി, ഇങ്ങനെ ഈ രൂപത്തിലുള്ള ചിന്തകൾ കടന്നു വരാം. ഔ ഷഫീഅൻ, അല്ലയാണ് എല്ലാം, പക്ഷേ അള്ളാന്റെ അടുക്കൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ശുപാർശകനായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഒരാള് അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാന്റെ സഹായം വേണമല്ലോ. പക്ഷേ അവിടെ സഹായിക്കാനും ശുപാർശകനുമായിട്ട് ഒരാൾ നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആളുകൾ, പണ്ഡിതന്മാര്, ചില മൊല്ലാക്കന്മാര് നമ്മുടെ നാട്ടിൽ ഒരു ഉദാഹരണം പറഞ്ഞു. എന്ത്? ട്രാൻസ്ഫോമറിൽ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് കറണ്ട് വലിക്കോ? ഇല്ലല്ലോ. ട്രാൻസ്ഫോമറിൽ നിന്ന് ലൈനിലൂടെ ചെറിയ 24 kV കടന്നു വന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ചെറിയ ചെറിയ ലൈനിലൂടെ കടന്നു വരുന്നു. ആരും ട്രാൻസ്ഫോമറിലൂടെ അല്ലെങ്കിൽ 11 kV നിന്ന് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ആരും കറണ്ട് വലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങളും പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല. അള്ളാന്റെ ഇടയിൽ നമുക്ക് ശുപാർശകനായി ഒരാളുടെയും ആവശ്യമില്ല. വസീലൻ, അള്ളയാണ് എല്ലാം, പക്ഷേ അള്ളാന്റെ ഇടക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എന്ത് ചെയ്യുക? ഇടയാളനായിട്ട് നമ്മൾ വയ്ക്കുക. അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ മതി, പക്ഷെ ഇന്ന ഷെയ്ഖിന്റെ ഇടയെക്കൂടെ കടന്ന് അള്ളാഹിലേക്ക് ചെല്ലുമ്പോൾ അതിനെന്ത് ചെയ്യും? ആ പ്രാർത്ഥനയ്ക്ക് കുറച്ചും കൂടി പവർ കൂടുമെന്ന് വിശ്വസിക്കുന്നയാള്. അപ്പൊ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ എന്തുണ്ട്? നമ്മുടെ അടുക്കലുണ്ട്. ഈ ആശ്രയം ആരൊക്കെയാകാം? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം, അതല്ലെങ്കിൽ ഒരു ഷെയ്ഖോ വലിയോ ബാവയോ ബീവിയോ തങ്ങളോ, അതല്ലെങ്കിൽ ഏതെങ്കിലും കല്ലോ മരമോ പ്രവാചകന്മാരോ റസൂലോ, അതല്ലെങ്കിൽ ജിന്നോ മലക്കോ ഷെയ്ത്വാനോ, കല്ലോ മുള്ളോ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെ, ഇങ്ങനെ തുടങ്ങി എന്തും എന്ത് ചെയ്യാം? ഈ ആളുകൾ ആശ്രയമായിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ്. ഈ രൂപത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വന്നാൽ അവന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും, അവൻ ലലാലത്തിന്റെ വഴികേടിലാകും എന്നുള്ളതാണ്. അള്ളാന്റെ മുമ്പിൽ എന്നെ സഹായിക്കാൻ എന്തുണ്ടാകണം? ഒരു ശക്തി ഉണ്ടാകണമെന്നുള്ള ചിന്ത. അള്ളാന്റെ അടുക്കൽ എന്റെ കാര്യങ്ങൾ ശുപാർശ ചെയ്യാൻ ഒരാളുണ്ടാകണമെന്നുള്ള ചിന്ത.
അള്ളാന്റെ അടുക്കൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും എന്റെ കാര്യങ്ങൾ പറയാനും ഒരു സഹായിയായിട്ട് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടാകണമെന്നുള്ള ചിന്ത കടന്നു വന്നാൽ അവൻ വലാലത്തിലാണ് എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്ത കരാറിന് എതിരാണ്. എന്താണ് നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്ത കരാറ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു നമ്മൾ അർത്ഥം പറയുന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല വെറും വാക്കുകൊണ്ട് പറയാനുള്ളതല്ല, മറിച്ച് എന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഈ പറയുന്ന ഒരു പടപ്പും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ എന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. ഈ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. ഓരോ ദിവസത്തിലും കുറഞ്ഞത് 5 പ്രാവശ്യം ബാങ്ക് കേൾക്കുന്നില്ല നമ്മൾ. അല്ലാഹു അക്ബർ 4 പ്രാവശ്യം പറയുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യം പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് 2 പ്രാവശ്യം പറയാ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഹയ്യ അലസ് സ്വലാ, നമസ്കാരത്തിലേക്ക് വാ. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ. നമസ്കരിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ ഷഹാദത്ത് ക്ലിയർ ആയിരിക്കണം. ആദ്യം നിന്റെ ഹിദായത്തിന്റെ മാർഗം ക്ലിയർ ആയിരിക്കണം. ആ കരാറ് ക്ലിയർ ആക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നമസ്കാരത്തിലേക്ക് നീ കടന്നു വരാൻ. ആ കരാറിനെ നിലനിർത്താനും ആ കരാറിനെ ഉറപ്പിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു മാർഗമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. ഈ നമസ്കാരത്തിലേക്ക് വന്ന് അവൻ കൈകെട്ടിയിട്ട് അത്തഹിയാത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ ബഅദ് ബൈനി ചൊല്ലുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് അത്തഹിയാത്ത് അവസാനം തശഹുദിലിരിക്കുമ്പോ അവൻ എന്ത് ചെയ്യാണ്? വീണ്ടും ചൊല്ലുവാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഷഹാദത്ത് അവൻ വീണ്ടും ആവർത്തിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്റെ ജീവിതത്തിൽ അല്ലാഹയല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ. ഇതിവനിങ്ങനെ ജീവിതത്തിൽ ഉടനീളം അവനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, കരാറ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യന്റെ തലയിലേക്ക് വിഷയം കയറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, സഹാബത്തെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുക്ക് ഇരിക്കുന്ന സദസ്സിൽ ചെന്നിട്ടാ പറയുന്നത്, സഹാബത്തെ, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംല്. ഒരു ഉറുമ്പരിച്ചു വരുന്നത് പോലെ അത്ര ഗോപ്യമായ രൂപത്തിൽ ഷിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും കേട്ടോ എന്നാ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് പുറമെ ഞങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് സഹായം തേടുമെന്നാണോ? ഞങ്ങൾ ആരാണ് നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിതം വരെ നഷ്ടപ്പെട്ടു പോയവരാണ്. അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗ്നനായിക്കൊണ്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് വയറ്റിന്റെ മുകളിൽ വലിയൊരു പാറക്കല്ല് കയറ്റി വെച്ചത്. മുഖത്തേക്ക് വെള്ളത്തിന് വേണ്ടി ചോദിച്ചപ്പോ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്തത്. ആ തുപ്പല് തൊട്ട് നക്കി ചെറുതായി നാവിനെ ഒന്ന് നനപ്പിച്ചത്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാ. തിളച്ച എണ്ണയിലേക്ക് സ്വഹാബത്തിനെ ഇട്ട് തിളച്ച് കോരിയെടുത്ത് ചുട്ട് തിളപ്പിച്ച് കൊലപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹ, അമ്മാർ, യാസിർ, ചരിത്രം നമ്മൾ പഠിച്ചവരല്ലേ. ഈന്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യാണ്? ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ കുന്തം കുത്തിക്കയറ്റി ആ കുന്തം തിരിച്ച് ശരീരത്തിന്റെ ഉള്ളിലൂടെ തുളഞ്ഞു കയറി ഈന്തപ്പന മരത്തിൽ തറച്ചു നിൽക്കുമ്പോൾ അവിടെ കിടന്ന് കുന്തത്തിൽ കിടന്ന് പടഞ്ഞു മരിച്ചവരാണ് ഈ സഹാബത്തിന്റെ കൂട്ടത്തിലുള്ളത്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗമാ സഹിച്ചിട്ടുള്ളത്. ഇതൊന്ന് പഠിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല. ചെറിയ വിഷയമല്ല അത്. അതുകൊണ്ട് ആ സഹാബത്ത് ചോദിക്കുകയാണ്, ഞങ്ങളിലേക്കാണോ ഷിർക്ക് കടന്നു വരുന്നത്? അതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം പറയുന്ന ഒരു മനുഷ്യൻ, അവൻ നമസ്കരിക്കുക, നമസ്കാരത്തിലെ തശഹുദ് ഷഹാദത്തൊക്കെ അവൻ പുതുക്കി. ചില ആളുകൾ ആ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവന്റെ വാഹനമൊന്ന് അപകടത്തിൽപ്പെട്ടു, അതല്ലെങ്കിൽ അവന്റെ കാല് ഒരു കല്ലുമ്മ തട്ടി തോല് പൊളിഞ്ഞ് ചോര വന്നു. അവൻ ഉടനെ വിളിക്കാണ്, എന്റെ ബദരീങ്ങളെ, എന്റെ മുഹീദ്ദീൻ ഷെയ്ഖെ, എന്നെ കാക്കണേ അപകടത്തിൽപ്പെടുമ്പോ. ഇങ്ങനെയുള്ള വിളികള് മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് കടന്നു വരിക നാവിലൂടെ. ഈ രൂപത്തിൽ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്യിൽ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ അറിയാതെ പോലും
ഇങ്ങനെ രൂപത്തിലുള്ള ഷിർക്കിന്റെ വശങ്ങൾ കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളയാണ് നമുക്കെല്ലാം, അള്ളയല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം ഉറച്ചു വിശ്വസിക്കണം. ശക്തമായി നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഠിനമായി ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ സദാ നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ നടത്താത്ത ആളുകളിൽ ഈ പറയുന്ന ലലാലത്തിന്റെ വഴികേടിലേക്ക്, കുഫ്രിയത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ വരും. നമ്മൾ അഹോരാത്രം വാദിക്കും. ചില ആളുകൾക്കെതിരിൽ നമ്മൾ കഠിനമായി ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കും. അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാദിക്കും. മരണം വരെ ഉള്ളു കേട്ടോ. മരണത്തിന് ശേഷം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. കളങ്കമില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ നിലനിർത്തുക, കഠിനമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കൃത്യമായി സൂക്ഷ്മതയോടെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സുദിനമാണ്. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിഷയങ്ങൾ അറിയാം, ദീർഘിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല. എങ്കിലും ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ഏതൊരു മനുഷ്യനും അവൻ ജീവിക്കുന്ന നാടുമായി പ്രത്യേകമായൊരു ബന്ധം അവൻക്കുണ്ട് എന്നുള്ളതാണ്. ആ ബന്ധം അയാളുടെ സ്വഭാവങ്ങളിലൂടെ, പ്രകടനങ്ങളിലൂടെ, അവന്റെ സംസാരങ്ങളിലൂടെ അതൊക്കെ നമുക്ക് ശ്രദ്ധേയമാകും, പ്രകടമാകും എന്നുള്ളതാണ്. ഓരോ മനുഷ്യനിലും തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകൃതിപരമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് ഹിജ്റ പോകുന്ന സമയം മക്കയെ നോക്കി നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്: അള്ളാഹിന്റെ ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ നാടാണ് നീ, പക്ഷെ ഈ ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കയെ വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന് പറയുന്നൊരു വാക്ക്. സ്വന്തം നാടിനോട് നമുക്ക് ഈ കൂറുണ്ടാകണം എന്നുള്ളതാണ്, ഈ സ്നേഹമുണ്ടാകണം എല്ലാ നിലക്കും. ഈ നാടിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി അവരിൽ ഒന്നാമനാകാൻ മുസ്ലിമീങ്ങളായ നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോടുള്ള സ്നേഹം പോലെയാണ്. അതുകൊണ്ട് ആ സ്നേഹം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിരിക്കണം. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് സമകാലിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമ എന്താണ് എന്നുള്ളൊരു ബോധ്യം, തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം മനസ്സിലാക്കേണ്ടത് ഓരോ പൗരന്മാർക്കും കൃത്യമായ അവകാശങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അവന്റെ മൂല്യങ്ങളെ, അവന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ, അടിച്ചമർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറി നടത്തുന്നു, ആ രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ നശിപ്പിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ അവകാശങ്ങളെ പാടെ ആട്ടിത്തെറിപ്പിക്കുവാനും അതുപോലെ തന്നെ വർഗീയത വളർത്താനും ശ്രമിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കെതിരെ നടക്കുന്ന ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്ത് പങ്ക് വഹിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള പങ്കുകൾ നമ്മൾ വഹിക്കണം എന്നുള്ളതാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പവിത്രത മനസ്സിലാക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരുപോലെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും അവന്റെ ആശയങ്ങളും അവന്റെ ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുന്ന മനോഹരമായ മണ്ണാണ് നമ്മുടെ രാജ്യം.
പക്ഷേ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ സാധിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അവിടെ ചെയ്യേണ്ടുന്ന കാര്യം ഹിജ്റ പോവുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് സമാധാനപരമായി മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ നല്ല നിയമങ്ങളും വശങ്ങളും പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും എന്നും നമ്മുടെ രക്തത്തിലും പെരുമാറ്റങ്ങളിലും നമ്മുടെ പ്രകടനങ്ങളിലും ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ അമുസ്ലിമീങ്ങളായ ആളുകൾ, ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവരായ ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് മാതൃകാപരമായ ജീവിതം കാണിച്ചു കൊടുക്കാനും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. ദഅവത്തിന്, പ്രബോധനത്തിന് ശക്തമായ സാധ്യതകളുള്ള മണ്ണാണ് നമ്മുടെ രാജ്യത്തിന്റെ മണ്ണ്. അതുകൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ദഅവാ പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നുകൊണ്ട് ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് നല്ല നസീഹത്തോടു കൂടി അവർക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാനും ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും നമ്മൾ ശക്തമായി പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായ സൗഖ്യത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, സമാധാനത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, വേവലാതികളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന് അല്ലാഹു പൂർണ്ണമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലാഹു എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും ബറക്കത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അല്ലാഹു കൺകുളിർമ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്രയും വേഗം സഹായിക്കുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്ന, മർദ്ദിക്കുന്ന ശത്രുക്കളുടെ കൈക്ക് അല്ലാഹു എത്രയും വേഗം പിടിക്കുമാറാകട്ടെ. നമ്മുടെ നാടിന്റെ സമാധാനവും സന്തോഷവും അല്ലാഹു എന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും അല്ലാഹു നിർഭയത്വം ധാരാളമായി വർദ്ധിപ്പിച്ചു നൽകുകയും അത് നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والكافرين يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.